ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഷെഫി. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം നമ്മൾ ഒരു വീഡിയോനെ കുറിച്ച് പറഞ്ഞിരുന്നു. GK ഗോൾ കീപ്പർമാരെ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ഗോൾ കീപ്പർമാരെ എങ്ങനെ ട്രെയിൻ ചെയ്യും, എന്തൊക്കെയാണ് ഗോൾ കീപ്പർമാർക്ക് മെയിനായിട്ട് വേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ കുറച്ച് ലേറ്റായി വരാൻ. സോ 5 ദിവസം 5 ദിവസം ആയിട്ട് ആവും എന്തായാലും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന്. സോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഓർഡർ പറയാം. നമ്മളെ ഗോൾ കീപ്പർമാർക്ക് മെയിനായിട്ട് ഉണ്ടാവുന്ന 5 കാര്യങ്ങളാണ്, 5 സ്കില്ലുകളാണ് ഗോൾ കീപ്പർമാർക്ക് GK ബേസ്ഡ് കൊടുത്തിട്ടുണ്ടായത്. സോ ഈ ഗോൾ കീപ്പർമാർക്ക് കൊടുത്തിട്ടുള്ള ഈ 5 സ്കില്ലുകളാണ് ഒരു ഓർഡറാക്കി തരാം. ഈ ഓർഡറിനനുസരിച്ചാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് GK അവയർനെസ്സിന് തന്നെയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ റീച്ച്, റിഫ്ലക്സ്, പിന്നെ പെയറിങ്, ക്യാച്ചിങ്. സോ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ GK അവയർനെസ്സിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. GK അവയർനെസ് എന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന് ഒരു ബോൾ വരുമ്പോൾ കീപ്പർ റിയാക്ട് ചെയ്യും എന്നതാണ് GK അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പെട്ടെന്ന് നിങ്ങളൊരു ഓപ്പണൻ്റ് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കീപ്പർ എത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ GK അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് സേവ് ചെയ്ത് വീണ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്പോട്ടിലൊരു ഷോട്ട് പോലെ എടുക്കുമ്പോൾ എണീച്ച് വന്നിട്ട് വീണ്ടും സേവ് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സോ അതാണ് ഈ GK അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്ര പെട്ടെന്നാണ് കീപ്പർ റിയാക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് റീച്ച്, റിഫ്ലക്സ്. കീപ്പർമാരെ റീച്ചും റിഫ്ലക്സും ആണ്. റീച്ച് എന്ന് വെച്ചാൽ പറയുന്ന പോലെ തന്നെ നമുക്ക് എത്രത്തോളം റീച്ച് കിട്ടും എന്നുള്ളതാണ്. ഗോൾ കീപ്പർക്ക് ഒരു ലോങ് റേഞ്ചറൊക്കെ അടിക്കുമ്പോൾ പൊതുവേ ഒരു മൂലയൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാറില്ല കീപ്പർമാർക്ക്. സോ റീച്ചുള്ള ഗോൾ കീപ്പർമാർക്ക് കുറച്ച് റീച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തും ബോൾ വരുമ്പോഴും കീപ്പർമാർക്ക് സേവ് ചെയ്യാൻ പറ്റും. മറ്റേതൊരു മൂലയൊക്കെ അടിക്കുമ്പോൾ പൊതുവേ കീപ്പർമാർ തീരെ സേവ് ചെയ്യാതെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും. സോ അത്യാവശ്യം നല്ല റീച്ചുള്ള ഗോൾ കീപ്പർമാരാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഏതൊരു കോർണർക്ക് അടിച്ചാലും സേവ് ചെയ്യാൻ പറ്റും. സോ പിന്നെ നോക്കേണ്ടതാണ് റിഫ്ലക്സ്. എന്താണ് റിഫ്ലക്സ് എന്നുള്ളതാണ്. റിഫ്ലക്സ് എന്ന് വെച്ചാൽ അടുത്തുനിന്നുള്ള ഷോട്ടുകൾ, നമ്മൾ അടുത്തുനിന്നൊക്കെ ഉള്ള നമ്മൾ ഈ കോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കുന്ന ഷോട്ടുകൾ പൊതുവേ കീപ്പർമാർ സേവ് ചെയ്യാറില്ല. അത്യാവശ്യം റിഫ്ലക്സ് ഉള്ള കീപ്പർമാരാണെന്നുണ്ടെങ്കിൽ കോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യും. എത്ര പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് റിഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ടുകൾ, അടുത്തുനിന്നുള്ള ഷോട്ടുകൾ കീപ്പർമാർ പെട്ടെന്ന് സേവ് ചെയ്യണം. അതാണ് റിഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫ്ലക്സ് ഒരു 90 above ഒക്കെ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. 90 above ഒട്ടുമിക്ക കീപ്പർമാർക്കും ഉണ്ട്. 90 above ഒക്കെ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. പിന്നെ അടുത്ത് പറയാനുള്ളത് പെയറിങ്ങും ക്യാച്ചിങ്ങും. അതാണ് മൂന്നാമത് നമ്മൾ ഏറ്റവും അവസാനം നോക്കേണ്ടതാണ് പെയറിങ്, ക്യാച്ചിങ്. ഈ പെയറിങ്, ക്യാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ, പെയറിങ് എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സേഫായിട്ട് നമ്മൾ ഒരു ബോൾ കീപ്പർ തട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സേഫായിട്ട് കീപ്പർ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കുന്നത്, ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ പെട്ടെന്നൊരു ബോൾ അടിച്ചു കഴിഞ്ഞാൽ സേഫായിട്ടുള്ള ഭാഗത്തോട്ട് തട്ടിക്കളയുക, അതുപോലെ എത്രത്തോളം സേഫായിട്ട് ബോൾ പിടിക്കുക, അതൊക്കെയാണ് ഈ പെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെയറിങ് കുറവുള്ള കീപ്പർമാരാണെന്നുണ്ടെങ്കിൽ അത്ര സേഫായിട്ടല്ലായിരിക്കും ആ കീപ്പർമാരൊക്കെ. ചിലപ്പോൾ പിടിച്ച ബോൾ ചിലപ്പോൾ ഓപ്പണൻറ്റിൻ്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു പോവും, പോസ്റ്റിലോട്ട് ഫിനിഷ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. സോ പെയറിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള മെച്ചം എന്താ വെച്ചാൽ ഒരിക്കലും ഇത് വരില്ല, സേഫായിട്ട് എല്ലാം ക്ലിയർ ചെയ്തോളും. അതാണ് ഈ പെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാച്ചിങ് അത്യാവശ്യം ഈ പെയറിങ്ങിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ക്യാച്ചിങ് പലപ്പോഴും കീപ്പർ ക്യാച്ച് ചെയ്യാതിരിക്കുമ്പോൾ തട്ടി കളയുമ്പോൾ അപ്പുറത്തെ സ്ട്രൈക്കറുടെ കാലിലോട്ട് എത്തി വീണ്ടും ഒരു ഫിനിഷ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ ക്യാച്ചിങ് നിങ്ങൾ പെയറിങ്ങിനേക്കാളും മുൻഗണന കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസീവ് ഗോൾ കീപ്പർ, ഒഫൻസീവ് ഗോൾ കീപ്പർ. അത് പലർക്കുള്ള ഡൗട്ടാണ്. ഈ ഡിഫൻസീവ് ഗോൾ കീപ്പർ, ഒഫൻസീവ് ഗോൾ കീപ്പർ ഇത് ഏത് സെലക്ട് ചെയ്യുന്നുള്ളതാണ് പലർക്കും ഡൗട്ട്. പൊതുവെ ഞാൻ യൂസ് ചെയ്യണത് ഒഫൻസീവ് ഗോൾ കീപ്പറാണ്. സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഡിഫൻസീവ് ഗോൾ കീപ്പർ നല്ല ഇല്ലാത്തതുകൊണ്ടാണ്. സോ LBC കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് ഗോൾ കീപ്പർ യൂസ് ചെയ്യുക.
ക്വിക്ക് കൗണ്ടർ കളിക്കുന്നവരാണെങ്കിൽ ഒഫൻസീവ് ഗോൾ കീപ്പർ യൂസ് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ക്വിക്ക് കൗണ്ടർ കളിക്കുമ്പോൾ പൊതുവെ ഷോട്ടുകളൊക്കെ ഓടി വന്നിട്ട് പെട്ടെന്ന് റൺ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യണത് ഇത് കാണാറുണ്ട്, ഡിഫൻസ് പൊട്ടിയിട്ട്. സോ LBCയിലോട്ട് ആകുമ്പോൾ നമുക്ക് ഡിഫൻസ് അത്ര പെട്ടെന്ന് പൊട്ടൂല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒഫൻസീവ് ഗോൾ കീപ്പർ മതി, ഡിഫൻസീവ് ഗോൾ കീപ്പർ മതി, ഒഫൻസീവ് ഗോൾ കീപ്പർ ആവശ്യമില്ല. ക്വിക്ക് കൗണ്ടർ യൂസ് ചെയ്യണമെങ്കിൽ ഒഫൻസീവ് ഗോൾ കീപ്പർ ചൂസ് ചെയ്യുക, അതായിരിക്കും അത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഈ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഒബ്ലാക്ക് കിട്ടിയിരുന്നു, ഒബ്ലാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കീപ്പർമാരുണ്ട് ഫ്രീ ആയിട്ട് 90 റേറ്റിംഗ് ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എപ്പിക് കീപ്പർമാരുണ്ടെങ്കിൽ ബെസ്റ്റ്, നല്ല അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള കീപ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. സോ ഡിഫൻസീവ് ഗോൾ കീപ്പർമാർ LBC കളിക്കുന്നതിൽ ഡിഫൻസീവ് ഗോൾ കീപ്പർമാരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന് കിട്ടാവുന്ന. നമ്മളെ എപ്പിക് കാർഡുകൾ നോക്കുക, ഡിഫൻസീവ് ഗോൾ കീപ്പർമാരെ എപ്പിക് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീറ്റർ സ്മൈക്കിൾ നല്ല പെർഫോമൻസ് സ്കോറിൽ കിട്ടുന്ന ഒരു ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഒലിവർ ഖാൻ ഡിഫൻസീവ് ഗോൾ കീപ്പർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സോ അതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഒഫൻസീവ് ഗോൾ കീപ്പർ ആണെങ്കിൽ കസില്ലസ് യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഹൈറ്റാണ്. ഹൈറ്റ് കീപ്പർമാരെ മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് ഹൈറ്റ്. നിങ്ങളൊരു 190 അതായത് 190 മേലെ ഹൈറ്റ് വരുന്ന കീപ്പർമാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടും. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഉള്ള 4 കീപ്പർമാരുണ്ട്, നമുക്ക് എന്തായാലും സൈൻ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ PS 190 മേലെ ഹൈറ്റ് വരുന്നുണ്ട് ആൻഡ് അത്യാവശ്യം നല്ലൊരു ഇത് കാണുന്നുണ്ട് കാലിൽ. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, അല്ലാണ്ടെങ്കിൽ സോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അറിയിക്കാൻ നോക്കാം ഏതെടുക്കും എന്നുള്ളത്. സോ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്പ് ഉണ്ടായാൽ നല്ലതാണ്. സോ ജമ്പ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാവുന്നതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് കീപ്പർമാരെടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എടുത്ത കീപ്പർമാർ ഓട്ടോ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങളായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് കിട്ടും. കാരണം കീപ്പർമാർ ഓട്ടോമാറ്റിക്കാണ് കളിക്കുന്നത്, നമ്മൾ കളിപ്പിക്കണമല്ല കീപ്പർമാരെ. നമ്മൾ ആകെ കയറി വരാൻ ഇങ്ങനെയൊക്കെ നമ്മൾ കീപ്പർമാരെ കളിപ്പിക്കണുള്ളൂ, പാസ് ഇടാൻ കയറി വരാൻ. അല്ലാതെ നമ്മൾ കീപ്പർമാരെ വേറെ കളിപ്പിക്കുകയും ചെയ്യും. കീപ്പർമാരൊക്കെ ഓട്ടോമാറ്റിക് സേവ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് പൊതുവെ കീപ്പർമാർ അത്യാവശ്യം നല്ലൊരു കീപ്പർ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ 10 ഗോൾ അടിച്ച് 10 ഗോൾ വാങ്ങിയാൽ നമുക്ക് കളിയിലൊരു കാര്യമില്ലല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു 10 ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കീപ്പർമാരെ മാക്സിമം നല്ല കീപ്പർമാരെ എടുക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളതിൽ CF ഉണ്ടായിട്ട് വീണ്ടും കുറേ പോയി CFന് എടുത്തിട്ട് എടുക്കുന്നതിന് പകരം കീപ്പർമാർ അങ്ങനെ ഓരോ പൊസിഷനിലോട്ടും കീപ്പർമാർ ഈ ക്വിക്ക് കൗണ്ടർ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിൽ കുറേ പ്ലേയേഴ്സിനെ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയല് ഡിഫൻസ് അത്യാവശ്യം സീനാക്കുക എന്നുള്ളത്. ഡിഫൻസ് അത്യാവശ്യം സീനാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വിക്ക് കൗണ്ടർ കളിക്കാൻ പറ്റും. സോ നമ്മൾ കാര്യത്തിൽ നിന്ന് തന്നെ മാറുന്നു. കീപ്പർമാരുടെ കാര്യമാണ് പറഞ്ഞത്. കീപ്പർമാരപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഓർഡറിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും. നിങ്ങൾ ഏത് കീപ്പറിനെ എടുത്താലും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും. ഒരു 101 റേറ്റിംഗ് ഉള്ള ഒരു കീപ്പറിനെ എടുത്തിട്ട് നിങ്ങൾ അതിൽ ഓട്ടോ ട്രെയിനിങ് ആണ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ കീപ്പറിന് റിയൽ ലൈഫിലുള്ള പെർഫോമൻസ് ഏകദേശം ആ ഒരു രീതിയിലേക്കാരും കൊടുക്കല്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഗെയിമിൽ കിട്ടും. സോ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെന്താ വെച്ചാൽ ഇതിലെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ കമൻറ്റൊക്കെ വായിച്ചിട്ട്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. സോ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.